ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മാസത്തെ കറണ്ട് ബില്ല് കണ്ട ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിലെ ഉഷ്ണതരംഗമൊക്കെ കഴിഞ്ഞ് വന്ന ബില്ലല്ലേ. ഈ ബില്ല് കണ്ട കൂട്ടുകാരൻ തീർച്ചയായിട്ടും ഞെട്ടും. വലിയ ഡീറ്റെയിലായി തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. വർഷം മുമ്പേ സോളാർ പവർ സിസ്റ്റം ഓൺ ഗ്രിഡ് ആക്കിയിരുന്നു. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും എന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഓഫ് ഗ്രിഡിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡിൽ KCBയുമായി കണക്റ്റഡ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി KCBയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. KCBയിൽ നിന്നുമുള്ള ഇലക്ട്രിസിറ്റി സാധാരണ പോലെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. സോളാർ വെക്കുന്നതിന് സബ്സിഡിയും ലഭ്യമാണ്. ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും മെഷർ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക മീറ്ററുകൾ വെച്ചിട്ടുണ്ട്. റേറ്റ് കുറച്ച് കുറവാണെങ്കിലും വർഷത്തിൽ എക്സസ് കൊടുത്ത ഇലക്ട്രിസിറ്റിക്ക് റീഫണ്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ വർഷം ഉഷ്ണതരംഗം കൂടുതലായിരുന്നു. ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ഫാനില്ലാതെ പറ്റത്തേ ഇല്ലായിരുന്നു. സോളാർ വെക്കുന്നതിന് മുമ്പ് AC സാധാരണ ഒരു 11 മണി വരെയൊക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് ഫാനിലേക്ക് മാറുമായിരുന്നു. കറണ്ട് ചാർജ് കൂടുമല്ലോ എന്ന് ഓർത്ത്. ഈ വർഷം ചൂട് കാരണം നേരം വെളുക്കുന്നിടം വരെ AC ഓൺ ആക്കേണ്ടി വന്നു. അതിനുശേഷം വന്ന ഭയപ്പെടുത്തുന്ന ബില്ലാണിത്. കിച്ചണിലാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ കഷ്ടിച്ചൊരു 33-35 ദിവസമൊക്കെ നിൽക്കും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രിക് സ്റ്റൗ കൂടി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗ്യാസ് സിലിണ്ടർ 3 മാസത്തിലൊരിക്കൽ മാറ്റിയാൽ മതിയെന്ന സിറ്റുവേഷനായി. അതായത് വർഷത്തിൽ 4 സിലിണ്ടർ മതി, 8 സിലിണ്ടറിൻ്റെ പൈസ ലാഭം. സാധാരണ മീറ്ററിൻ്റെ വാടകയായിട്ട് ഒരു 300 രൂപ താഴെയാണ് KCB വാങ്ങാറുള്ളത്. കൂട്ടുകാരെ, നിങ്ങൾ കണ്ട ഈ മാസത്തെ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 0. അപ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടിയില്ലേ? താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.